ആരാ? കാസ്, പണം പണം കൊണ്ടുവന്നതാ. സാറ് തന്നതാ ദുബായിന്ന്. ഓക്കെ. എടോ, എന്താ നിന്റെ പേര്? പാണ്ഡ്യൻ. തമിഴനാ? അല്ല, മലയാളി. എവിടാ സ്ഥലം? കോളഞ്ചേരി. കോളഞ്ചേരി അല്ല, കോഴഞ്ചേരി. ആമാ. ആരാ മോനെ? ആ, ഏട്ടന്റെ കാശ് കൊണ്ടുവന്നാ. അവനൊരു കള്ള ലക്ഷണം. ഏട്ടൻ പോലീസ് ബുദ്ധിയിൽ നോക്കുമ്പോ എല്ലാരും കള്ളന്മാരാ. പേര് പാണ്ഡ്യൻ, സ്ഥലം കോളഞ്ചേരി. കോഴഞ്ചേരിയിൽ ഏത് മലയാളിക്കാ പാണ്ഡ്യൻ എന്ന് പേരിടുക? ഏവൻ കള്ളനാ, പേരും കള്ളൻ. ഏട്ടൻ എന്തിനാ അമ്മേ ഈ ഇടപാട്? ദുബായിന്ന് കാശ് ബാങ്ക് വഴി അയച്ചാ പോരെ? ഇത് കുഴൽപ്പണം. എന്തായാലും നാളെ രാവിലെ നീ ഈ കാശ് കറിയാച്ചിന് കൊണ്ടുപോയി കൊടുക്ക. എന്തൊരു സ്വരശുദ്ധിയാ ഗോപിയക്ക്. അത് മാത്രമോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും. നല്ല കൈപുണ്യം, കുടുംബത്തിന്റെ ഐശ്വര്യ ആ കുട്ടി. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ ഉണ്ണിയേട്ടന് വേണ്ടി എന്തുകൊണ്ട് ഗോപിക ആലോചിച്ചൂടാ? എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാ. അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ആഹാ, അമ്മ ഞാൻ ഇപ്പൊ വന്നെ. എടി, ഗോപിയക്ക് ഈ നാട് ഇഷ്ടായോ? ഈ തറവാട് ഇഷ്ടായോ? എന്റെ അമ്മ ഇഷ്ടായോ? അപ്പൊ എന്റെ ദുബായ്ക്കാരനേട്ടനെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഞങ്ങൾ ആലോചിക്കാൻ പോവാ. ജാതകം എടുത്തൊന്ന് നോക്കിക്കോ, ചിലപ്പോ വിദേശ യാത്രക്ക് യോഗ ഉണ്ടാവും. വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താടാ പറ, എനിക്ക് ജോലിയുണ്ട്. അമ്മയ്ക്ക് അപ്പുറത്തെ ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധമുണ്ടോ? എന്റെ മനസ്സിലൊരു ആഗ്രഹം. നീ മിണ്ടായിരടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോനെ, അത് അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ച് പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും. കല്യാണമൊക്കെ ഉണ്ണിയേട്ടൻ വന്നിട്ട് മതിയെന്നേ. അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. ഏട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുക എന്ന് വെച്ചാ? അമ്മ എന്തായി പറയണേ? ഞാൻ ഗോപികയെ ഉണ്ണിയേട്ടന് വേണ്ടി ആലോചിക്കുന്ന കാര്യാ പറഞ്ഞത്. ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്നതാ ഞാൻ സ്വപ്നം കണ്ടത്. നീ എന്നെ തീ തീറ്റിച്ചല്ലോടാ. അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ